ഇവിടുന്ന് കൊടൈക്കനാലിനൊരു വഴിയില്ലേ? വഴിയുണ്ട്, പക്ഷെ ഇവിടെ കാട്ടുപോത്തൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ താഴെ കാണുന്നത്. മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന ജാമ പോലെയല്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യ ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെക്കുറെ ഒരു വർഷത്തിന് മുകളിലായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പം ജോലി തിരക്കും പല പല തിരക്കുകളായിട്ടാണ്. അപ്പോൾ ഇനി മുതൽ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. നമ്മളിപ്പോൾ ശരിക്കും വട്ടവടയ്ക്ക് പോകുന്ന വഴിയാണ്. വട്ടവടയിലെ ഒന്ന് രണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ വേനൽക്കാലത്ത് അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, കൃഷിത്തോട്ടം എല്ലാം ഉണങ്ങിയൊക്കെ കിടക്കുവാണ്. എന്നാലും നമുക്ക് മാക്സിമം കാണിക്കാൻ പറ്റുന്ന കാഴ്ചകൾ കാണിക്കാം. പിന്നെ ഇവിടെ നിർത്തിയെന്ന് വെച്ചാൽ ഇതേ കാണുന്ന മല കണ്ടോ, അത് മീശപ്പുലിമലയുടെ ഒരു ഭാഗമൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു കാഴ്ചകളെ കാണിക്കാനും ഇൻട്രോ പറയാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ നിർത്തിയത്. പിന്നെ വട്ടവടയിലെ കൂടുതൽ കാഴ്ചകൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഈ ട്രിപ്പ് ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലിയുണ്ട്, എൻ്റെ സിസ്റ്റർ മോൻ ആരോമലുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളൊരു ഫാമിലി ട്രിപ്പാണ്. ഇപ്പം നാട്ടിലെ ചൂട് കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനൊരു റിലീഫ് എന്ന രീതിയിൽ ഇച്ചിരി തണുപ്പായിട്ടുള്ളൊരു ഏരിയയിലോട്ട് വന്നതാണ്. ഞങ്ങൾ കൊടൈക്കനാലാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ പിന്നെ മറ്റേ മഞ്ഞുമ്മൽ ബോയ്സും ഒക്കെ ഇറങ്ങിയ കാരണം കൊടൈക്കനാൽ ഭയങ്കര റഷാണ്. അത് കാരണം ഞങ്ങൾ ആ പ്ലാൻ മാറ്റിയിട്ട് മൂന്നാറിലേക്ക് ആക്കിയതാണ്. അപ്പോൾ മൂന്നാറിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഞങ്ങളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവടയ്ക്ക് പോകുന്ന വഴിക്കാണ്. ഇവിടെ ഒരു കടയിൽ നൂഡിൽസ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം നിലവിൽ. ചൂട് നൂഡിൽസും ചൂട് കട്ടൻ കാപ്പിയും പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാം. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ വീട്ടിലൊക്കെ നൂഡിൽസ് ഉണ്ടാക്കുമെങ്കിലും ഇത് വേറൊരു ടേസ്റ്റ്. ഒരു മുട്ടയും ഒക്കെ ഇട്ട് വേറെ രീതിക്കാണ് ഇവരുണ്ടാക്കുന്നത്. പിന്നെ വെറൈറ്റി ടേസ്റ്റാണ്. ഞങ്ങൾ അങ്ങനെ വട്ടവടയ്ക്കുള്ള എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഈ ചെക്ക് പോസ്റ്റ് കടന്ന് വേണം വട്ടവടയ്ക്ക് പോകാൻ. കൂടാതെ ഇവിടെ നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. അതും കൂടാതെ പോകുന്ന വഴിക്ക് വണ്ടി എങ്ങും നിർത്താനൊന്നും പാടില്ല, വട്ടവട ചെല്ലുന്നോളം വരെ. ഇവിടെ വണ്ടി നിർത്താനൊന്നും പറ്റില്ല. വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഫൈൻ അടിക്കും അവര്. ഇവിടെ ശരിക്കും ആനുവൽ ക്രോസിംഗ് ഏരിയ ആണ്. ഇറങ്ങി വീഡിയോ എടുത്ത് ഇച്ചിരി കൂടെ സെറ്റപ്പായിട്ട് കിട്ടിയാലായിരുന്നു. പക്ഷെ നടക്കില്ല. കാട്ടുപോത്തൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ താഴെ കാണുന്നത്. അത് നമ്മള് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് എത്തി. അതായത് എക്സിറ്റ് അല്ലേ. ഇത് കഴിഞ്ഞാല് വട്ടവട്ടയായി. ഇനിയിപ്പോ വണ്ടി നിർത്തുന്നതിന് കുഴപ്പമില്ല. സ്ട്രോബെറി തോട്ടത്തിലാണോ? ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിലേക്ക് വന്നേക്കുവാണ്. അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം.
സ്ട്രോബെറി ചിലടത്ത് പൂ ഇട്ടിട്ടുണ്ട്, ചിലടത്ത് കായായിട്ടുണ്ട്. ഇവിടെ നല്ല റെഡ് കളറുള്ള സ്ട്രോബെറി, പഴമാവുന്നതിനുള്ള വൈറ്റ് കളറ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പറയും. ഞാനും ശങ്കരിയും കൂടെ സ്ട്രോബെറി പറിക്കാൻ പോവാണ്. താഴെ അങ്ങനെ അപ്പം ചെന്നിട്ട് വെക്കാം. എന്നാ പിന്നെ നല്ലത് നോക്കി പറിക്കാം. നല്ലത് നോക്കിയേ. അതെ അവിടെ നല്ല വെപ്പുണ്ട്. ഇവിടെ വെപ്പുണ്ട്. ഇവിടെ ഇത് പറിച്ചേ. ഇത് വേണ്ടേ? വേണ്ട, അത് ചേച്ചി കൊള്ളില്ല. നോക്കട്ടെ, നല്ലത് നോക്കട്ടെ കേട്ടോ. ഇത് പറിച്ചോ. അങ്ങോ കഴിച്ചോ. ശരിക്കും അന്തരീക്ഷം മൂടി തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് യോഗം കൊണ്ട് ഒരു മഴ കിട്ടും ഇവിടെ. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. ഇത് ശരിക്കും ഇവിടെ പറഞ്ഞത് മഴ കഴിയുമ്പോഴാണ് ഇവിടെ കൃഷി തുടങ്ങുന്നതെന്ന് പറഞ്ഞത്. ഇവിടെ ഇതേവരെ മഴ പെയ്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് നല്ല മഴക്കാറുണ്ട്. നമ്മൾ വന്ന ദിവസം മഴ പെയ്യോ ഇല്ലെന്ന് അറിയത്തില്ല. മഴ കഴിയുമ്പോഴേ അവർ കൃഷി തുടങ്ങുകയുള്ളൂ. കാരണം വട്ടവട നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമുക്കറിയാമായിരുന്നു കൃഷി കുറവാണ്. എന്നാലും നമ്മൾ ഒരു ടൂർ എന്നുള്ള രീതിയിലാണ് ശരിക്കും വന്നത്. അപ്പം ഇവിടെ സ്ട്രോബെറി മാത്രമുണ്ട്. പിന്നെ അങ്ങോട്ട് പോകണ വഴിക്ക് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇറങ്ങാം എന്നുള്ളത്. മുകളിലോട്ട് വയ്ക്കുക നല്ല മഴക്കാറ് വരെ കയറി നിൽക്കുന്നുണ്ടോ. നമ്മൾ മുമ്പ് പറിച്ച സ്ട്രോബെറി ഇവിടെ വന്ന് കഴുകിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. മധുരം കുറവാണ്, പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സീസണിൻ്റെ ആണെന്ന് തോന്നുന്നു മധുരം കുറവ്. മഴ പെയ്ത് തന്നെയാണ് മധുരം കുറവെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ജാമും വൈനും കാര്യങ്ങളൊക്കെ. ഈ ചേച്ചിയുടെയൊക്കെയാണ് തോട്ടം. ഈ ചേച്ചിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇത് സ്ട്രോബെറി വൈനാണ്. സ്ട്രോബെറി വൈനാണ്. നമ്മൾ പഴവും പഞ്ചസാരയും കൂടെ ഇട്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഒരു 30 ദിവസം കഴിഞ്ഞ് അരിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടും പൈനാപ്പിളും കൂടെ മിക്സ്ഡ് ജാമാണ്. തേന് നാരങ്ങാനീരും ചേർക്കുന്നുണ്ട്. ഇത് സ്ട്രോബെറിയുടെയാണ്. സ്ട്രോബെറി ജാമും മറ്റേ പഴവും പഞ്ചസാര മറ്റേ ഇത് തേന് നാരങ്ങാനീരും ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കത്തെടുത്തിട്ട് കുറുക്കിയെടുത്താണ് ഉണ്ടാക്കുന്നത്. ഇത് ഓർമ്മയായിട്ട് 150 പേര് ജാമ്, വൈന് ലിറ്റർ 300 പേര്. അതെ, അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് ഇതില് മറ്റേ പഴമാണെങ്കിൽ ഫ്രഷായിട്ട് പറിച്ചും കൊടുക്കാറുണ്ട്. അത് കിലോയ്ക്ക് നമ്മൾ 600 ഇപ്പം നിലവിൽ ഇപ്പൊ തിരക്കായതുകൊണ്ട് നമുക്ക് ബോക്സ് 150 വെച്ച് കൊടുക്കാറുണ്ട്. MBA-കാരനുണ്ട്. അവന് MBA കഴിഞ്ഞിട്ട് അവൻ കൃഷിയിൽ ഇറങ്ങി. അവന്റെ ആണ് ഈ ഹണി മ്യൂസിയം, മഡ് ഹൗസ്, ടെന്റ് എല്ലാ കാര്യങ്ങളും ഒരാളുടെ തന്നെയാണ്. നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്റെ ചേച്ചിയുടെ മോന്റെയാണ്. എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. നമുക്ക് റെഡ് ബുഷ് വേൾഡ് നിന്ന് അടിച്ചാൽ നമ്മുടെ ഫാം കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. കൃഷി എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഓഫ് സീസണാണ്, മഴയില്ലാത്ത കാരണം കൃഷി ഇറക്കാനുള്ള സമയം ആയതാണ്. പിന്നെ കൃഷി ഇറക്കിയിട്ടില്ല. മഴ 2 മഴയും കൂടെ നോക്കിയിട്ട് വേണം കൃഷി ഇറക്കാൻ. ഓണത്തിന് മുമ്പ് വിളവെടുക്കുന്ന പോലെ എല്ലാ കൃഷിയും കിട്ടും. അപ്പൊ നമുക്ക്
ഒരു 2 മാസം കഴിഞ്ഞിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് വന്ന് നോക്കാം. വന്ന് ഇന്നലെ മൊത്തം നോക്കുമ്പോഴത്തേക്ക് നല്ല പച്ചപ്പും പച്ചയായിട്ട് നല്ലപോലെ കാണാം. വിളവെടുക്കുന്ന എല്ലാ സാധനം കിട്ടില്ലെന്ന് പറയാതെ നമുക്ക് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, റാഡിഷ്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, കേബേജ് എല്ലാ സാധനം കിട്ടും. എല്ലാ സാധനവും. ഓണത്തിന് മുമ്പ് വിളവെടുക്കുന്ന പോലെ ബീൻസൈറ്റ് എല്ലാ ബീൻസൈറ്റും കാണും. പിന്നെ ഇവിടുന്ന് ഈ കൊടൈക്കനാലിനൊരു വഴിയില്ലേ? വഴിയുണ്ട്, പക്ഷെ ഇവിടെ ഓഫ് റോഡ് പോലെ ആയിരിക്കുന്നത്. അതല്ലേ? ആണ് അവിടെ ചെക്ക് പോസ്റ്റിന്റെ അവിടെയാണ് നിർത്തി വെച്ചേക്കുന്നത്. ആ. അതിനകത്ത് കയറി പോകാൻ പറ്റിയല്ല. ഈ റോഡ് ഇപ്പം ഓർഡർ ആയിട്ടുണ്ട്. അത് ഒരു ഓർഡർ ആയിട്ടുണ്ട്, ശരിയായിട്ടില്ല ഇതുവരെ. ഇല്ല. അത് കഴിഞ്ഞാൽ നമുക്ക് വഴി ചെയ്യാം. അങ്ങോട്ട് വണ്ടി വണ്ടി കടത്തിവിടാനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. വഴിയില്ല. വഴിയില്ല, വഴി റോഡ് വരുന്നുണ്ട് ഇപ്പൊ. വരുന്നുണ്ടല്ലേ? ചേച്ചി എന്നാ വൈനൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫ്രഷ് വൈന കാരണം ഈച്ച വന്നിരിപ്പുണ്ട്. വൈൻ കുടിച്ചു, അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ജാമാണ്. ജാമിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജാമ അടിപൊളിയാണ്. ഇത് പാഷൻ ഫ്രൂട്ട് പൈനാപ്പിളിന്റെ ജാമാണ്. ഇതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും അടിപൊളിയാ. മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന ജാമ പോലെ അല്ല കേട്ടോ, അതിന് വേറെ ടേസ്റ്റാ. ഈ മറ്റേ പ്രിസർവേറ്റീവ് ചേർത്ത അതിന് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇല്ല. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു ഈ ജാമിന് വരുന്നത്. ഹോം മെയ്ഡ് ജാമിന്റെ ടേസ്റ്റാണ് ഇതിന് വരുന്നത്.